ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് നല്ല ഈസി ആയിട്ട് ടേസ്റ്റിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ബനാന ബോണ്ടയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതെങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം. ബനാന ബോണ്ട ഉണ്ടാക്കാനായിട്ട് 2 നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. ആദ്യം ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ 2 പഴവും ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആദ്യം ഇതൊന്ന് ഗീയിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ഒരു പാൻ വെച്ച് 2 ടേബിൾ സ്പൂൺ ഗീ ഒഴിച്ച് ചൂടായി വന്നിട്ടുണ്ട്. ഇതിലോട്ട് നമ്മൾ ആദ്യം കട്ട് ചെയ്ത് വെച്ചിരുന്ന ബനാന പീസസ് ഇട്ട് കൊടുക്കാം. ഇനി ഗീയിൽ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കൂടെ തന്നെ സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്ത ശേഷം അതിലുള്ള ഓൾ എന്നുള്ള ഓപ്ഷൻ ഒന്ന് എനേബിൾ ചെയ്ത് കൊടുക്കണേ. അപ്പോഴാണ് ഞാനിടുന്ന പുതിയ വീഡിയോസെല്ലാം നോട്ടിഫിക്കേഷൻസ് ആയിട്ട് എല്ലാവർക്കും കറക്റ്റായി ലഭിക്കുന്നത്. ബനാന പീസസ് എല്ലാം ഇവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇതിലോട്ട് ഇനി തേങ്ങ ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ 1 കപ്പ് തേങ്ങയാണ് ചേർത്ത് കൊടുക്കുന്നത്. എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. തേങ്ങ ഇതിൽ കിടന്ന് ഒന്ന് സോഫ്റ്റായിട്ട് വരണം. ഇനി ഇതിലോട്ട് ശർക്കര പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് ശർക്കര പാനി വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ പൊടിച്ച ശർക്കരയാണ് ചേർത്ത് കൊടുക്കുന്നത്. 1/2 കപ്പ് ശർക്കരയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ശർക്കരയെല്ലാം നമുക്ക് മധുരത്തിനനുസരിച്ച് കൂട്ടിയും കുറച്ചെടുക്കാവുന്നതാണ്. ഈ ശർക്കര ഇനി തേങ്ങയിലും പഴത്തിലെല്ലാം നന്നായി ഒന്ന് പിടിച്ച് വരുന്നവരെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം. ഫ്ലേവറിനായിട്ട് ഈ സമയം വേണമെങ്കിൽ നമുക്ക് ഏലക്കായ പൊടിച്ചതോ നല്ല ജീരകം പൊടിച്ചതോ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒന്നും തന്നെ ചേർത്ത് കൊടുക്കുന്നില്ല. ഇപ്പോൾ എല്ലാം കൂടെ നന്നായി സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇതൊന്ന് ചൂടാറുന്നവരെ വെയിറ്റ് ചെയ്ത് ചൂടാറിയ ശേഷം നമുക്കിത് ബോൾസാക്കി എടുക്കാം. ഇപ്പോൾ ഇത് ചൂടാറി വന്നിട്ടുണ്ട്. കൈ വെച്ചിട്ട് കുഴച്ചെടുക്കാൻ പറ്റുന്നൊരു ചൂടാണുള്ളത്. അപ്പോൾ ഈ സമയം നമുക്ക് ഇതൊന്ന് ബോൾസാക്കി എടുക്കാം. ഇപ്പോൾ എല്ലാം ഇവിടെ ബോൾസൊക്കെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ബാറ്ററിൽ മുക്കി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു ബൗളെടുത്ത് അതിലോട്ട് 1.5 കപ്പ് മൈദ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ഇനി കുറച്ചായി വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് തിക്ക് ബാറ്ററായിട്ട് എടുക്കണം. അധികം ലൂസായി പോവാതെ കുറച്ച് തിക്കായിട്ടുള്ള ബാറ്ററായിരിക്കണം. കട്ടയില്ലാതെ നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ പഴംബോണ്ട ഉണ്ടാക്കാനായിട്ടുള്ള ബാറ്റർ ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട്. ഈ ഒരു തിക്നെസ്സിൽ വേണം ബാറ്റർ ഇരിക്കാനായിട്ട്. പാൻ വെച്ച് ഓയിൽ ഒഴിച്ച് ചൂടായി വന്നിട്ടുണ്ട്. ഇതിലോട്ട് ഓരോ ബോൾസായി ബാറ്ററിൽ ഡിപ്പ് ചെയ്തിട്ടൊന്ന് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ എല്ലാം ഓയിലിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു സൈഡിൽ നിന്ന് മൊരിഞ്ഞ് വരുമ്പോൾ മറിച്ചിട്ട് കൊടുത്ത് 2 സൈഡും മൊരിഞ്ഞ് വരുമ്പോൾ ഇത് ഓയിലിൽ നിന്ന് മാറ്റാം. ഇപ്പോൾ ഒരു സൈഡൊന്ന് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ എല്ലാം ഇവിടെ മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ആ സൈഡും കൂടെ ഒന്ന് മരിഞ്ഞ് വരുമ്പോൾ ഓയിലിൽ നിന്ന് മാറ്റാം. ഓൾറെഡി പഴമെല്ലാം നന്നായി വേവിച്ചെടുത്തിട്ടുള്ളതാണ്. അതുകൊണ്ട് ജസ്റ്റ് ഇതൊന്ന് മുകൾ ഭാഗം മരിഞ്ഞു വന്നാൽ മതിയാവും. ഇപ്പോൾ എല്ലാ ബോണ്ടയും ഇവിടെ മരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഓയിലിൽ നിന്ന് മാറ്റാം. ഇനി ബാലൻസ് ബോൾസും കൂടെ ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. ബനാന ബോണ്ട എല്ലാം റെഡി ആയിട്ട് ഇപ്പോൾ ഒരു പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട്. കുട്ടികൾക്ക് നമുക്ക് വളരെ എളുപ്പത്തിൽ നല്ല ഹെൽത്തി ആയിട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ഒരു ഈവനിങ് സ്നാക്കാണ്. അപ്പോൾ എല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ തന്നെ ഫീഡ്ബാക്ക്സ് ഉണ്ടെങ്കിൽ അറിയിക്കാനും മറക്കരുത്. താങ്ക്